ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലക്ഷ്മികാന്തിൻ്റെ പോളിറ്റി ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 5 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ക്യാൻ take part in the proceedings of the Lok Sabha. 2. Be a member of a committee of the Lok Sabha. 3. Speak in the Lok Sabha. 4. Vote in the Lok Sabha. Which of the following statements given above is or are correct? Option A 1 only. Option B 2 and 4. Option C 1, 2 and 3. Option D 1 and 3 only. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറ്റോർണി ജനറലിനെ കുറിച്ചിട്ടാണ് അറിഞ്ഞിരിക്കേണ്ടത്. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ. അദ്ദേഹം പ്രൈമറി ലോയർ, ചീഫ് ലീഗൽ അഡ്വൈസർ എന്നീ നിലകളിലും അറിയപ്പെടുന്നു. പ്രൈമറി ലോയർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക അഭിഭാഷകൻ, അതുപോലെ ചീഫ് ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ മുഖ്യ നിയമ ഉപദേഷ്ടാവ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. അദ്ദേഹം പ്രസിഡൻറ്റിന് ഉപദേശങ്ങൾ നൽകുന്നു. ലീഗൽ മാറ്റേഴ്സിൽ ഉപദേശങ്ങൾ നൽകുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ കേരളത്തിൽ, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ കാര്യം വരുമ്പോൾ അഡ്വക്കേറ്റ് ജനറലാണ് പ്രധാന നിയമ ഉപദേഷ്ടാവ്. ഇനി അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 76 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ച് പറയാം. റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദി പ്രൊസീഡിങ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ്. അതായത് പാർലമെൻറ്റിലെ ഇരുസഭകളിലും, രാജ്യസഭയായാലും ലോക്സഭയായാലും അതിലെ പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാനും ആ പങ്കെടുത്തിട്ട് അതിൽ സംസാരിക്കാനോ സ്പീക്ക് ചെയ്യാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ക്യാൻ ബി എ മെമ്പർ ഓഫ് എനി കമ്മിറ്റി ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ 2 സഭകളിലെയും കമ്മിറ്റികളിലെ അദ്ദേഹം മെമ്പറാണ്. അപ്പോൾ ക്യാൻ ബി എ മെമ്പർ ഓഫ് എനി കമ്മിറ്റി ഓഫ് ദി പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ 2 സഭകളുണ്ട്, രാജ്യസഭ, ലോക്സഭ. ഈ 2 സഭകളിലെയും ഏതൊരു കമ്മിറ്റിയിലും ഇദ്ദേഹം അംഗമാണ്. ഹീ ഈസ് നോട്ട് എ ഗവൺമെൻറ് സർവൻറ്റ്. അടുത്തായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഹീ ഈസ് നോട്ട് എ ഗവൺമെൻറ് സർവൻറ്റ്. അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല. നോട്ട് വോട്ടിംഗ് റൈറ്റ് ഇൻ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് നോ വോട്ടിംഗ് റൈറ്റ് ആണ്. വോട്ടിംഗ് റൈറ്റ് അതായത് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അതുപോലെ ഹി കനോട്ട് ഡിഫെൻഡ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദി യൂണിയൻ ഓഫ് ഗവൺമെൻറ്. യൂണിയൻ ഓഫ് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യുക, അദ്ദേഹത്തിന് വാദിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇത്രയാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ഏത് വേണമെങ്കിലും വരാം ഈ ക്വസ്റ്റ്യൻസിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. അദ്ദേഹത്തിന് ലോക്സഭയിലെ ലോക്സഭാ പ്രൊസീഡിങ്സിൽ പാർട്ടാവാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലോക്സഭയിലെ കമ്മിറ്റികളിൽ അദ്ദേഹം മെമ്പറാണ്. ശരിയാണത്. കാരണം രാജ്യസഭയിലും ലോക്സഭയിലെ ഏതൊരു കമ്മിറ്റിയിലും മെമ്പർ ആണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ലോക്സഭയിൽ സ്പീക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അത് ലോക്സഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് നോ വോട്ടിംഗ് റൈറ്റ് ഇൻ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ 2 സഭകളിലും മെമ്പറാണെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഇതിൽ 1, 2, 3 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. 1, 2 ആൻഡ് 3. പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് റീകളക്ട് ചെയ്യാം. ആർട്ടിക്കിൾ 76 ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. ഹയസ്റ്റ് ലോ ഓഫീസറാണ്, പ്രൈമറി ലോയറാണ്, ചീഫ് ലീഗൽ അഡ്വൈസർ ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. പിന്നെ ലോക്സഭയിലും രാജ്യസഭയിലും സ്പീക്ക് ചെയ്യാനും പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ എല്ലാ കമ്മിറ്റികളിലും, ലോക്സഭയിലെയും രാജ്യസഭയിലെയും കമ്മിറ്റികളിൽ അദ്ദേഹം അംഗമാണ്. പക്ഷേ അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റ് അല്ല. വോട്ടിംഗ് റൈറ്റ് 2 സഭകളിലും വോട്ടിംഗ് റൈറ്റ് ഇല്ല. പാർലമെൻറ്റിൽ വോട്ടിംഗ് റൈറ്റ് ഇല്ല. അതുപോലെ അദ്ദേഹത്തിന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇത്രയാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
1. The chairman and deputy chairman of Rajya Sabha are not members of that house. 2. While the nominated members of the two houses of the parliament have no voting right in the presidential election, they have the right to vote in the election of the vice president. Which of the statements given above is or are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 or 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനെയും രാജ്യസഭയിലെ ചെയർമാനെയും കുറിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. കാരണം ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് രാജ്യസഭയിലെ തന്നെ ഒരു മെമ്പറായിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് രാജ്യസഭയിലെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിരിക്കും. ഈ ചെയർമാനെയും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 89 ആണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 89 ആണ്. ഇനി പ്രസിഡൻ്റ് ഇലക്ഷനിൽ ആരൊക്കെ പങ്കെടുക്കും നോക്കാം. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ആർട്ടിക്കിൾ 54 അനുസരിച്ചിട്ട് നമ്മുടെ പ്രസിഡൻ്റ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സും ആണ്. പക്ഷേ വൈസ് പ്രസിഡൻ്റ് ഇലക്ഷനിൽ ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ എൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി എല്ലാ മെമ്പേഴ്സും, ഇലക്റ്റഡ് അല്ല എല്ലാ മെമ്പേഴ്സിനും പങ്കെടുക്കാൻ കഴിയും ഇലക്ഷനിൽ എല്ലാ മെമ്പേഴ്സും പങ്കെടുക്കുന്നത് വൈസ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുമ്പോഴാണ്. പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുമ്പോൾ ഓൺലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻ്റ് ആണ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനിൽ പങ്കെടുക്കുള്ളൂ. അപ്പോൾ അതിനർത്ഥം നോമിനേറ്റഡ് മെമ്പേഴ്സ് വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷനിൽ മാത്രമാണ് പങ്കെടുക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ വൈൽ ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ടു ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് ഇൻ ദി പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നോമിനേറ്റഡ് മെമ്പേഴ്സിന് രണ്ട് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റിലെയും നോമിനേറ്റഡ് മെമ്പേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. പക്ഷേ അവർക്ക് എന്തുണ്ട്, വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷനിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 2 ഓൺലി എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 2 ഓൺലി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ദി നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. First statement, its objective is to provide free and competent legal services to the weaker sections of the society on the basis of equal opportunity. Second statement, it issues guidelines for the state legal services authorities to implement the legal programs and schemes throughout the country. Which of the statements given above is or are correct? Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. അപ്പോൾ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 കൊണ്ടുവന്നത്. ഈ 1987 ആക്ട് വഴി 1995 നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കോമ്പിറ്റൻറ്റ് ലീഗൽ സർവീസസ് വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് കൊടുക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇറ്റ് ഇഷ്യൂസ് ഗൈഡ് ലൈൻസ് ഫോർ ദി സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ടു ഇംപ്ലിമെൻറ്റ് ദ ലീഗൽ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ത്രൂ ഔട്ട് ദ കൺട്രി. നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എന്ത് ചെയ്യും, സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റീസിന് ഗൈഡ് ലൈൻസ് കൊടുക്കും ലീഗൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഈ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ബാക്കിയുള്ള കുറച്ച് ഫങ്ഷൻസും കൂടി നോക്കാം. ഈ ഒരു അതോറിറ്റി കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞത് 1995 നമ്മൾ പറഞ്ഞു. ഇത് ലോക് അദാലത്സ് ഓർഗനൈസ് ചെയ്യും. അതുപോലെ കേസസൊക്കെ ഡിസ്പ്യൂട്ട്സൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്യും. പിന്നെ ലീഗൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വിക്ടിംസ് ഓഫ് ദി ക്രൈം വിത്ത് കോമ്പൻസേഷനോട് കൂടിയിട്ട് ക്രൈംസിൻ്റെ വിക്ടിംസിന് അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റൊക്കെ നടത്തും. ഇതാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്നാമതായത് ഓർഗനൈസ് ലോക് അദാലത്സ്, കേസസ് സെറ്റിൽമെൻറ്റ് ചെയ്യും, ലീഗൽ അവയർനെസ് സ്പ്രെഡ് ചെയ്യും, അതുപോലെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സ് നടത്തും, വിക്ടിംസ് ഓഫ് ദി ക്രൈമിന് കോമ്പൻസേഷൻസ് നൽകും,
അതുകൂടാതെ നമ്മുടെ വീക്കർ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിക്ക് ലീഗൽ എയ്ഡ് നൽകും. അതുപോലെ ഇതിൽ പേഴ്സൺ വിത്ത് എലിജിബിലിറ്റി പറയുന്നുണ്ട്. ആനുവൽ ഇൻകം 1,00,000 താഴെയുള്ള പേഴ്സണാണ് ഈ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഹെൽപ്പ് കിട്ടുന്നത്. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗം എടുത്ത് നോക്കുമ്പോൾ 2,00,000 താഴെ ബിലോ 2 lakh അവരുടെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത്. OBCക്കും സീനിയർ സിറ്റിസൺസിനും പ്രത്യേകിച്ച് പ്രൊവിഷൻസ് പറയുന്നില്ല. അപ്പോൾ ഇതാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി. അപ്പോൾ ഇതിൽ ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റാണ്. ബോത്ത് 1 and 2 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 4th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻ അമെൻമെൻറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ബിൽ ഇൻ ദി ലോക്സഭ ഓൺലി. അപ്പോൾ എൻ്റെ എല്ലാം അവിടെ ഏനാണ് കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇഫ് സച്ച് ആൻ അമെൻമെൻറ്റ് സീക്സ് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദി ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദ അമെൻമെൻറ്റ് ഓൾസോ റിക്വയേഴ്സ് ടു ബി റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബോവ് ഈസ് ഓർ ആർ കറക്റ്റ്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ എന്താണ് അമെൻമെൻറ്റ്? ചേഞ്ച് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ, ആഡിങ് ആവാം, മോഡിഫയിങ് ആവാം, റിമൂവിങ് ആവാം. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉള്ള പ്രൊവിഷൻസിൽ മാറ്റങ്ങൾ വരുത്തലോ അതുപോലെ ചില പ്രൊവിഷൻസ് റിമൂവ് ചെയ്യലോ ആണ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞത്. അതായത് വേണ്ടാന്ന് വെക്കൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 44 എന്നുള്ള അമെൻമെൻറ്റ് പ്രകാരം എന്ത് ചെയ്തു? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു പ്രോപ്പർട്ടി എടുത്ത് റിമൂവ് ചെയ്തു. അങ്ങനെയാണ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 20 അനുസരിച്ച് ആർട്ടിക്കിൾ 368 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് പാർലമെൻറ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് പ്രൊവിഷൻസിൽ വേണമെങ്കിലും അമെൻമെൻറ്റ് വരുത്താം എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരിക്കലും ബേസിക് സ്ട്രക്ചറിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു കേസ് ഉണ്ട്, കേശവാനന്ദ ഭാരതി കേസ്. 1973 കേശവാനന്ദ ഭാരതി കേസ് വേഴ്സസ് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയും കേശവാനന്ദ ഭാരതി കേസിൽ വെർഡിക്റ്റ് വന്നത് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരിക്കലും അമെൻമെൻറ്റിലൂടെ ചേഞ്ച് വരുത്താൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു അമെൻമെൻറ്റ് നടപ്പിലാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കണമെങ്കിൽ ഒരു അമെൻമെൻറ്റ് ബില്ല് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്? അത് രാജ്യസഭയിലോ ലോകസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു അമെൻമെൻറ്റ് ബിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫെഡറൽ ക്യാരക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം വരുമ്പോൾ അമെൻമെൻറ്റിൽ ഫെഡറൽ ക്യാരക്ടറിലാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ ഹാഫ് സ്റ്റേറ്റ്സ് ഓഫ് ദി ഇന്ത്യയുടെ റാറ്റിഫിക്കേഷൻ നടത്തണം. അതായത് ഹാഫ് സ്റ്റേറ്റ്സിൻ്റെ ഒരു സമ്മതം വേണം. അതുപോലെ തന്നെ സിമ്പിൾ മെജോറിറ്റി വേണം. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻഡ് എബോവ് ആണ് സിമ്പിൾ മെജോറിറ്റിയിൽ വരുന്നത്. അതായത് പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ അനുകൂലിക്കണം. സ്പെഷ്യൽ മെജോറിറ്റി എന്താണ്? 2/3 ആണ്. അതായത് 2 ഭാഗം ആളുകളും അനുകൂലിച്ചാലാണ് അവിടെ സ്പെഷ്യൽ മെജോറിറ്റി ആവുന്നത്. അപ്പോൾ ഇവിടെ സിമ്പിൾ മെജോറിറ്റി മതി. അതുപോലെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ മതി. അപ്പോൾ ഇത്രയും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അമെൻമെൻറ്റ് പാസ്സാക്കാൻ കഴിയും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അമെൻമെൻറ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ബൈ ആൻ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഇൻ ദി ലോക്സഭ ഓൺലി. അത് ഇൻകറക്റ്റ് ആണ്. കാരണം ലോക്സഭയിലോ രാജ്യസഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഒരു അമെൻമെൻറ്റ് ഫെഡറൽ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തുന്ന ഒരു അമെൻമെൻറ്റ് ആണ് വെച്ചെങ്കിൽ ആ അമെൻമെൻറ്റിന് പകുതി സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഫുൾ സ്റ്റേറ്റ്സിൻ്റെ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. അപ്പോൾ നെയ്തർ 1 nor 2 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബോഡീസ് ഡസ് നോട്ട് ഓർ ഡു നോട്ട് ഫൈൻഡ് മെൻഷൻ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യാത്തത് ഏതെല്ലാം ബോഡീസ് ആണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ,
സെക്കൻഡ് പ്ലാനിംഗ് കമ്മീഷൻ, തേർഡ് സോണൽ കൗൺസിൽ. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ 1 and 2 ഓൺലി, ഓപ്ഷൻ ബി 2 ഓൺലി, ഓപ്ഷൻ സി 1 and 3 ഓൺലി, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ചിട്ടാണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യാത്ത ബോഡീസാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അപ്പോൾ നമുക്കത് ഏതെല്ലാം നോക്കിയിട്ട് നമുക്കിതിലുള്ള ഓപ്ഷൻസൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നീതി ആയോഗ്, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അതായത് ട്രായ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതുപോലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ CIC, ലോക്പാൽ, ലോകായുക്ത, അതുപോലെ NDC നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. അപ്പോൾ ഇത്രയും എന്താണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അതുപോലെ സോണൽ കൗൺസിൽസും പ്ലാനിംഗ് കമ്മീഷനും എല്ലാം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, NHRC, SHRC, CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതുപോലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇതെല്ലാം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻകറക്റ്റാണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അപ്പോൾ നമുക്ക് ഡസ് നോട്ട് മെൻഷൻ എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യാത്തതാണ് 3 അതുകൊണ്ട് ഓപ്ഷൻ ഡി 1, 2 and 3 എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് വേണം നിങ്ങളുടെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.